ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ്. ഉണ്ടാക്കാനാണെങ്കിലും വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്കിതിലേക്ക് നേന്ത്രപ്പഴവും അതേപോലെ ബ്രെഡും മാത്രം മതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും നമുക്ക് പൊരിക്കാനുള്ള ഓയിലും ഇത്രയേ വേണ്ടതുള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പഴുത്ത 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ ക്യൂബ്സ് ആക്കിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണ് നല്ല നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പഴത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലുള്ളത് കൊണ്ടാണ് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇതേപോലെ നെയ്യ് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച പഴം ചേർത്ത് കൊടുക്കുക. പഴം ചേർത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഈ പഴത്തിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 4 സ്പൂണ് പഞ്ചസാര ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഴവും പഞ്ചസാരവും നമ്മുടെ നെയ്യിൽ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. മൂടിയിട്ട് വേവിക്കാൻ വെച്ചാൽ വേഗം തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്യുക ആദ്യം. അതിനുശേഷം മൂടി വെച്ചിട്ട് നമ്മളൊരു 2-3 മിനിറ്റ് തന്നെ പഴം നല്ല രീതിയിൽ തന്നെ പഴുത്ത പഴമാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നോളും. ഇടയ്ക്കിടയ്ക്കൊന്ന് മൂടി തുറന്നിട്ട് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതേപോലെ ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒരു പ്രാവശ്യം തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. രണ്ടാമത്തെ പ്രാവശ്യം തുറക്കുമ്പോഴത്തേക്ക് നല്ല പോലെ വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്കൊന്ന് ജസ്റ്റ് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ബ്രെഡ് പൊടിയാണ്. ഇതേപോലെ 250 കപ്പിൽ 1 കപ്പ് ബ്രെഡ് പൊടി ആദ്യം ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ കുഴച്ചെടുക്കുക. പഴം അത്യാവശ്യം നല്ലോണം കുഴഞ്ഞ് വരണം ഈ ബ്രെഡ് പൊടിയുടെ കൂടെ. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 3/4 കപ്പ് ബ്രെഡ് പൊടി ഇതേപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാമറ വെച്ചത് ജസ്റ്റ് ഒന്ന് മാറിപ്പോയി. അപ്പോൾ ഇതേപോലെ വീണ്ടും നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കുക. ഒരു 4 പഴത്തിനുള്ള അളവാണ് പറഞ്ഞിരുന്നത് കേട്ടോ. ഒരു 250 കപ്പിൽ 1 കപ്പ് ബ്രെഡ് പൊടിയും അതേപോലെ അതേ കപ്പിൽ തന്നെ 3/4 കപ്പ് ബ്രെഡ് പൊടി വീണ്ടും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ തന്നെ ഞാനിപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കയ്യിൽ ഷേപ്പാക്കി എടുക്കലാണ്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നോമ്പൊക്കെ വരല്ലേ, വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് നോമ്പിനൊക്കെ. കുട്ടികൾക്കാണെങ്കിലും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതേപോലെ ആദ്യം കയ്യിലൊന്ന് ഉരുട്ടിയതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ വിരൽ കൊണ്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഷേപ്പാക്കി എടുക്കുക. സ്ക്വയറായിട്ട് ഷേപ്പ് ചെയ്തിട്ടെടുത്തിട്ട് കത്തി കൊണ്ട് ഞാനൊരു 3 വര അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാനിപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത്. കട്ടിയില്ലാതെ തിക്നെസ് കുറച്ചിട്ട് നേരിയതായിട്ട് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ക്രിസ്പി ആയിട്ട് കിട്ടും നമുക്ക്. അപ്പം ഞാൻ ഇതേപോലെ കത്തിയിൽ ഒരു 3 വര ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു രീതിയിലാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ ഇതേപോലെ എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാത്തിലും 2 സൈഡും ഞാൻ വരഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. മേലെ ഭാഗം ഒരു സൈഡ് വീഡിയോ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്തെടുത്തതാണ്. അപ്പോൾ വളരെ മെലിഞ്ഞിട്ട് ചെയ്തെടുത്താൽ നമുക്ക് കഴിക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി ഇത് പൊരിച്ചെടുക്കലാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാനിപ്പോൾ നേരത്തെ പഴം വാട്ടാനെടുത്ത അതേ ഒരു പാനിലേക്ക് തന്നെയാണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മളിത് ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ഒട്ടും എണ്ണ കുടിക്കാതെ കിട്ടുന്ന ഒരു സംഭവമാണ്. ഞാൻ വിചാരിച്ചു ബ്രെഡൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ എണ്ണ കുടിക്കുമായിരിക്കും എന്ന്, പക്ഷെ ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല. അപ്പോൾ ഇതേപോലെ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്ന് മുങ്ങി കിട്ടാൻ പാകത്തിന് വേണ്ടിയിട്ട് മാത്രം. ഇനിയിപ്പോൾ ഒരു സൈഡ് നല്ല പോലെ ജസ്റ്റ് ഒന്ന് പൊരിഞ്ഞു വന്നാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. വീണ്ടും ആ ഒരു സൈഡ് ഒന്ന് മുരിഞ്ഞു വന്നാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, ഒരു 10 മിനിറ്റിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതേപോലെ ഒരുപാട് നല്ല വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. ഇപ്പോൾ ഞാൻ പൊരിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ഓയിലാണ്. നമ്മൾ ഒഴിച്ചു കൊടുത്ത അത്ര തന്നെ ഓയിൽ അതിലിപ്പോഴും ബാക്കിയുണ്ട്. അപ്പോൾ ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വിഭവം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.